ഹലോ അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് ഞാനിവിടെ ഷെയർ ചെയ്യുന്നത് നല്ല വെറൈറ്റി ആയിട്ടുള്ളൊരു മീൻ ഫ്രൈ ആണ് കേട്ടോ. നമ്മൾ സാധാരണ ചെയ്യുന്നതിനേക്കാളൊക്കെ വ്യത്യസ്തമായിട്ടാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇഷ്ടമുള്ള മീൻ എടുക്കാം. ഞാനിവിടെ അയല മീനാണ് എടുത്തിട്ടുള്ളത്, 5 എണ്ണം എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ഇതിന് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ഇതിലേക്കുള്ള മസാല റെഡിയാക്കി എടുക്കാം. അപ്പോൾ നമുക്കൊരു ബൗളിലോട്ട് കുറച്ച് ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാനുണ്ട്. അപ്പോൾ നമുക്ക് ഇതിലേക്കുള്ള മസാല റെഡിയാക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കാശ്മീരി ചില്ലി പൗഡറാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. അപ്പോൾ 3 ടേബിൾ സ്പൂണ് കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പാകത്തിനുള്ള അളവാണ് കേട്ടോ, 3 ടേബിൾ സ്പൂണ്. പിന്നെ അതുപോലെ ഒരു 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അതുപോലെ ഒരു 1/2 ടീസ്പൂണ് ഗരം മസാല പൗഡർ. പിന്നെ നമ്മൾ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് 1 ടേബിൾ സ്പൂണ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, അതുപോലെ ഒരു 2 ടീസ്പൂണ് കസൂരി മെത്തി, അതും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലോട്ട് ഒരു 2 ടേബിൾ സ്പൂണ് തൈര്, അതും കൂടെ ചേർത്ത് കൊടുക്കാം. അതുപോലെ 1 ടീസ്പൂണ് സോയാ സോസ്, അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലോട്ട് ഒരു 2 ടേബിൾ സ്പൂണ് വിനീഗർ, അതും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതിലോട്ട് കുഴക്കാൻ പാകത്തിന് വെള്ളം ചേർത്തിട്ട് ഒന്ന് നന്നായിട്ടൊരു തിക്ക് പേസ്റ്റാക്കി എടുക്കുക. അപ്പോൾ നല്ല പാകത്തിനുള്ള തിക്ക് പേസ്റ്റാക്കി എടുത്തിട്ടുണ്ട്. നമുക്ക് പുരട്ടിയെടുക്കാം പാകത്തിന്. ഇനി നമുക്ക് ഓരോ മീനും ഇതിലോട്ടാക്കിയിട്ട് നന്നായിട്ട് മീനിൻ്റെ അകത്തും എല്ലാ ഭാഗത്തും നന്നായിട്ട് ഈ ഒരു മസാല ഒന്ന് പുരട്ടിയെടുക്കാം. എന്നിട്ട് നമുക്ക് ഒരു പ്ലേറ്റിലോട്ട് മാറ്റാം. ഇതുപോലെ തന്നെ നമ്മൾ എല്ലാ മീനും ഇതുപോലെ നന്നായിട്ട് മസാല പിടിപ്പിച്ചിട്ട് ഒരു പ്ലേറ്റിലോട്ട് മാറ്റി വെക്കുക. അപ്പോൾ എല്ലാ മീനിലോട്ടും നന്നായിട്ട് മസാല പിടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ എല്ലാ മീനിലോട്ടും ആക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ മസാല പാകത്തിനായിട്ടുണ്ട്. അങ്ങനെ കുറേ ബാലൻസ് ഒന്നും വന്നിട്ടില്ല. അപ്പോൾ കുറച്ച് ബാലൻസ് ഉള്ളത് ഇതിൻ്റെ മുകളിലോട്ടൊക്കെ കുറച്ചൊന്നും ആക്കി കൊടുക്കാം കേട്ടോ. കുറേ ഒന്നും ബാലൻസ് ഇല്ല. ഇനി ഇത് നമ്മളിതൊരു 15 മിനിറ്റോളം ഇതുപോലെ മാറ്റി വെക്കാം കേട്ടോ. 15 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ നല്ലൊരു വലിപ്പമുള്ള ഒരു പാനിലോട്ട് ആവശ്യത്തിന് ഫ്രൈ ചെയ്തെടുക്കാൻ ആവശ്യത്തിനുള്ള എണ്ണ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ മീനിട്ട് കൊടുത്തിട്ട് നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ മൊരിച്ചെടുത്താൽ മതി. തിരിച്ചും മറിച്ചും ഇട്ട് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ എണ്ണ നല്ല ചൂടായതിന് ശേഷം ഒരു മീഡിയം ഫ്ലെയിമിലോട്ട് ആക്കിയിട്ട് നമുക്ക് ഓരോന്നായിട്ട് മീൻ ഇട്ട് കൊടുക്കാം കേട്ടോ. ഒന്നിച്ച് തന്നെ അടുപ്പിച്ചിട്ട് മീൻ ഇട്ട് കൊടുത്താൽ മതി, സാധാരണ ചെയ്യുന്ന പോലെ. അപ്പോൾ നമ്മുടെ മീൻ നന്നായി ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള മീൻ ഫ്രൈ ആണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ട്രൈ ചെയ്യാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നല്ലൊരു റെസിപ്പിയുമായിട്ട് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്